Hi dears, today we are going to study a new chapter named A Roadside Stand by Robert Frost. It is a poem. First of all, let us discuss the introduction of this poem. All of you take page number 18. Here we can see a introduction of this poem. Robert Frost was born on March 26, 1874 in San Francisco, കാലിഫോർണിയ. 1874 കാലിഫോർണിയയിലുള്ള സെൻറ്റ് ഫ്രാൻസിസ്കോയിലാണ് ഫ്രോസ്റ്റ് ജനിച്ചത്. ഹി ബിലോങ്ഡ് ടു ന്യൂ ഇംഗ്ലണ്ട്. ഫ്രോസ്റ്റ് പേഴ്സണൽ ലൈഫ് വാസ് മിസറബിൾ വിത്ത് മിസ്ഫോർച്യൂൺസ് ആൻഡ് ഡെത്ത്. അദ്ദേഹത്തിൻ്റെ ജീവിതം വളരെ ദുഃഖപൂർണവും ദുരിതപൂർണവുമായിരുന്നു. വെൻ ഹിസ് ഫാദർ ഡയഡ് ഓഫ് ട്യൂബർകുലോസിസ് ഇൻ 1885, അദ്ദേഹത്തിൻ്റെ അച്ഛൻ 1885 ട്യൂബർകുലോസിസ് മൂലം മരണപ്പെട്ടു. ദെൻ ഹി വാസ് ലെഫ്റ്റ് പെനിലെസ്. പിന്നീട് അദ്ദേഹം എന്തായി മാറി? പെനിലെസ് മീൻസ് വിത്തൗട്ട് എനി മണി, അല്ലേ, നിർധനനായി മാറി. ദെൻ ഹിസ് മദർ ഡെയ്ഡ് ഓഫ് ക്യാൻസർ. പിന്നീട് അദ്ദേഹത്തിൻ്റെ അമ്മയും ക്യാൻസർ മൂലം മരണപ്പെട്ടു. A streak of mental illness ran throughout his family, and many of them, including himself, suffered bouts of depression. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ പലർക്കും മാനസിക രോഗമുണ്ടായിരുന്നു. അതിൽ അദ്ദേഹവും ഉൾപ്പെട്ടിരുന്നു. വിഷാദ രോഗത്താൽ അദ്ദേഹം ബുദ്ധിമുട്ടിയിരുന്നു. സഫേർഡ് ബോട്ട്സ് ഓഫ് ഡിപ്രഷൻ. ബോട്ട്സ് മീൻസ് ആക്രമണം. ഡിപ്രഷൻ, വിഷാദ രോഗം. One of his sons committed suicide, and his daughter had a complete nervous breakdown. അദ്ദേഹത്തിൻ്റെ ഒരു മകൻ ആത്മഹത്യ ചെയ്യുകയും ഒരു മകൾക്ക് മനോനില തകരുന്ന അവസ്ഥയും ഉണ്ടായിരുന്നു. ഓഫ് ഹിസ് 6 children, only 2 have survived. 6 മക്കളുണ്ടായിരുന്നെങ്കിലും അതിൽ 2 മക്കളൊഴികെ എല്ലാവരും മരിച്ചു പോവുകയും ചെയ്തു. ഫാമിംഗ് വാസ് ഹിസ് ഫസ്റ്റ് ലവ് ആസ് എ പ്രൊഫഷൻ. ആദ്യമായി അദ്ദേഹം തിരഞ്ഞെടുത്ത തൊഴിൽ കൃഷിയായിരുന്നു. ബട്ട് ഫൈൻഡിങ് ഹിംസെൽഫ് ഇറ്റ് ഈസ് എ ഫെയിലിയർ. പക്ഷേ അതൊരു പരാജയമാണെന്ന് മനസ്സിലാക്കിയതോടെ ഹി സോൾഡ് ഹിസ് ഫാം. അദ്ദേഹം തൻ്റെ കൃഷിയിടം വിൽക്കുകയും ആൻഡ് ടുക്ക് എ ടീച്ചിങ് ആൻഡ് റൈറ്റിംഗ്. അദ്ദേഹം അധ്യാപനവും എഴുത്തും തിരഞ്ഞെടുക്കുകയും ചെയ്തു. ബോത്ത് വിച്ച് പ്രൂവ്ഡ് വെരി സക്സസ്ഫുൾ. അതിൽ രണ്ടിലും അദ്ദേഹം അസാമാന്യമായ വിജയം കൈവരിക്കുകയും ചെയ്തു. The next paragraph. A reading of Frost poems would reveal that he frequently employed the rural life of New England as the setting of his poem and depicted it through the language and situations familiar to common man. അദ്ദേഹത്തിൻ്റെ കവിത എപ്പോഴും ഗ്രാമീണ ജീവിതമായിരുന്നു വിവരിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാഷ വളരെ എളുപ്പമുള്ളതും സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന തരത്തിലുള്ളതുമായിരുന്നു. തൻ്റെ കവിതയിൽ വളരെയധികം എളുപ്പം മനസ്സിലാകുന്ന വാക്കുകളായിരുന്നു അദ്ദേഹം ഉപയോഗിച്ചിരുന്നത്. എപ്പോഴും ഗ്രാമീണ ജീവിതം തന്നെയായിരുന്നു അതിൽ പിക്ചറൈസ് ചെയ്തിരുന്നത്. മെനി ഓഫ് ഫ്രോസ്റ്റ് പോയംസ് എക്സ്പ്ലോർ ദ ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യൻസ് ഓഫ് ഹ്യൂമൻ എക്സിസ്റ്റൻസ്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കവിതകളിൽ എപ്പോഴും ഉണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു ഹി ആൾവേസ് എക്സ്പ്ലോർ. അദ്ദേഹം എപ്പോഴും അന്വേഷിക്കുമായിരുന്നു ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യൻസ് ഓഫ് ഹ്യൂമൻ എക്സിസ്റ്റൻസ്, മനുഷ്യൻ്റെ നിലനിൽപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം. As a Harriet Monroe observes, there is a foxy New England person and character in Frost's works who unravels the human reactions of nature's processes. He was America's most widely read poet, a national celebrity. അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ എപ്പോഴും ഫോക്സി സ്റ്റൈലായിരുന്നു എന്ന് പറഞ്ഞാൽ റിലേറ്റഡ് ടു കോമൺ മാൻ. അതുപോലെ തന്നെ ഹി അൺറൈവൽസ് ദ ഹ്യൂമൻ റിയാക്ഷൻസ് ഓഫ് നേച്ചേഴ്സ് പ്രോസസ്. അതേപോലെ തന്നെ മനുഷ്യൻ്റെ പ്രവൃത്തികളെക്കുറിച്ചൊക്കെ എപ്പോഴും അദ്ദേഹം എഴുതാറുണ്ടായിരുന്നു എന്നാണ് ഹാരിയറ്റ് മൺറോ പറയുന്നത്. Frost's volume of poetry include
ഫ്രോസ്റ്റിൻ്റെ കവിതയിൽ ഉൾക്കൊള്ളുന്ന പ്രധാനപ്പെട്ട കുറച്ച് കവിതകളാണ് പറയുന്നത്. എ ബോയ്സ് വിൽ 1913, നോർത്ത് ഓഫ് ബോസ്റ്റൺ 1914, മൗണ്ടെയിൻ ഇൻ്റർവെൽ 1916, ആൻഡ് ന്യൂ ഹാംഷയർ 1923, വെസ്റ്റ് റണ്ണിംഗ് ബ്രൂക്ക് 1928, എ ഫർദർ റേഞ്ച് 1937 ആൻഡ് മെനി അതേഴ്സ്. അതുപോലെ തന്നെ മറ്റു ഒരുപാട് പോയംസും ഉണ്ടായിരുന്നു. സം ഓഫ് ദ പോയംസ് വിച്ച് വോൺ ഫ്രോസ്റ്റ് ഗ്രേറ്റ് അഡ്മിറേഷൻ ആൻഡ് ഫെയിം. ചില പോയത്തിന് അദ്ദേഹത്തിന് വളരെയധികം പ്രശസ്തിയിലേക്ക് എത്തിച്ചിരുന്നു. ഏതുപോലെ? ദ റോഡ് നോട്ട് ടേക്കൺ, മെൻഡിങ് വാൾ, സ്റ്റോപ്പിംഗ് ബൈ വുഡ്സ് ഓൺ എ സ്നോയി ഈവനിങ്, ബേർച്ചസ് ആൻഡ് ആഫ്റ്റർ ആപ്പിൾ പിക്കിംഗ്. ഇതെല്ലാം അദ്ദേഹത്തെ ഒരുപാട് പ്രശസ്തിയിലേക്ക് എത്തിച്ച പോയമായിരുന്നു. ദ മെൻഡിങ് വാൾ എന്ന പോയം നിങ്ങൾക്ക് പരിചയമുള്ള പോയം തന്നെയായിരിക്കും, നിങ്ങൾ +2 പഠിച്ചതാണ്. ഇനി ഓരോന്നിൻ്റെയും തീമും കൂടെ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. Frost's choice of words, the colloquial rhythm and simplicity of his images are akin to the rusticity and honesty of the scythe or the plough. അദ്ദേഹത്തിൻ്റെ കവിതയിൽ എപ്പോഴും കൊളോക്കിയൽ സ്റ്റൈലായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ആൻഡ് സിംപ്ലിസിറ്റി ഓഫ് ഇമേജസ്, വളരെയധികം സിമ്പിളായിട്ടുള്ള ഇമേജുകളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഇതെല്ലാം എന്തായിരുന്നു? ടു ദ റസ്റ്റിസിറ്റി ആൻഡ് ഹോണസ്റ്റി ഓഫ് ദ സൈറ്റ് ആൻഡ് ഓർ ദ പ്ലോ, ഉഴുതലിൻ്റെയും അരിവാളിൻ്റെയും ആ ഒരു നാട്ടിൻ പുറത്തെ കാണിക്കുന്നത് പോലെ തന്നെ ആ ഒരു സത്യസന്ധതയൊക്കെ നമുക്ക് കാണിച്ചു തരുന്ന ഒരു പിക്ചറൈസിംഗ് ആണ് അദ്ദേഹത്തിൻ്റെ കവിതയിൽ കാണുന്നത്. ഫ്രോസ്റ്റ് റെഫർ ടു ഹിംസെൽഫ് ആസ് എ സിനക്ഡക്കിസ്റ്റ്. അദ്ദേഹം പറഞ്ഞിരുന്നത് ഞാനൊരു സിനക്ഡക്കിസ്റ്റ് ആയിരുന്നു എന്നാണ്. സിനക്ഡക്കി എന്നാൽ ഒരു ചെറിയ ഭാഗം വലിയ ഒരു ഭാഗത്തെ പറയുന്നതിന് വേണ്ടി ചെറിയൊരു ഭാഗം ഉപയോഗിക്കുന്നതിനെയാണ് സിനക്ഡക്കി എന്ന് പറയുന്നത്. ഐ പ്രിഫർ ദ സിനക്ഡക്കി ഇൻ പോയട്രി, ദ ഫിഗർ ഓഫ് സ്പീച്ച്. സിനക്ഡക്കി മീൻസ് എ ഫിഗർ ഓഫ് സ്പീച്ച് ഇൻ വിച്ച് വി യൂസ് എ പാർട്ട് ഫോർ ദ ഹോൾ. വലിയൊരു കാര്യം പറയുന്നതിന് വേണ്ടി അതിന് പകരമായി അതിൻ്റെ ചെറിയൊരു ഭാഗം പറയുന്നതിനെയാണ് സിനക്ഡക്കി എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ക്രിസ്ത്യാനികൾ പ്രാർത്ഥിക്കുമ്പോൾ അവർ എപ്പോഴും പറയുന്നത് ഞങ്ങളുടെ അന്നന്നത്തെ അപ്പം ഞങ്ങൾക്ക് തരണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഇവിടെ അപ്പം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരിക്കലും അപ്പം മാത്രമല്ല, ഭക്ഷണം മാത്രമല്ല, നമ്മുടെ ജീവിത ഉപാധികൾക്കും കൂടിയുള്ള പ്രാർത്ഥനയ്ക്കാണ് അപ്പം എന്ന് പറയുന്നത്. ഫ്രോസ്റ്റ് ഈസ് എ ഫിലോസഫർ. അദ്ദേഹം ഒരു തത്വജ്ഞാനി കൂടിയായിരുന്നു. ഹു പെനിട്രേറ്റ് ഇൻടു ദ കോംപ്ലക്സിറ്റീസ് ഓഫ് ലൈഫ്. ജീവിതത്തിലെ കോംപ്ലക്സിറ്റീസിലേക്കൊക്കെ ആഴ്ന്ന് അന്വേഷിക്കുന്ന ഒരു ഫിലോസഫറും കൂടിയായിരുന്നു ഫ്രോസ്റ്റ്. ആൻഡ് പ്രൊവൈഡ്സ് അസ് ഇൻസൈറ്റ്. എന്നിട്ട് അദ്ദേഹം നമുക്ക് ഒരു ഉൾക്കാഴ്ച നൽകുകയും ചെയ്യുന്നു. ആസ് ഹി വാണ്ടഡ് ദം ടു ബി, ഹിസ് പോയംസ് അതിനുവേണ്ടി അദ്ദേഹം തൻ്റെ പോയംസ് ബിഗിൻ ഇൻ ഡിലൈറ്റ് സന്തോഷത്താൽ തുടങ്ങുകയും ആൻഡ് എൻഡ് ഇൻ വിസ്ഡം ഒരു പാഠത്തിലേക്ക് അല്ലെങ്കിൽ ഒരു വിസ്ഡത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്യുന്ന പോയമാണ്. ഇതിന് എക്സാമ്പിളാണ് നമ്മൾ +2 പഠിച്ച മെൻഡിങ് വാൾ എന്ന പോയം. ബിഗിൻ ഇൻ ഡിലൈറ്റ് ആൻഡ് എൻഡ് ഇൻ വിസ്ഡം എന്നൊരു ക്വസ്റ്റ്യൻ തന്നെ ആ ഒരു ചാപ്റ്ററിൽ നമുക്ക് കാണാം. ദ ബോയ് ഹൂ ക്ലൈംസ്, അതുപോലെ തന്നെ ദ ബോയ് ഹൂ ക്ലൈംസ് സിങ്സ് ആൻഡ് ബെൻസ് ഇൻ ദ ബേർച്ച് ട്രീസ്, ദ ഫാർമർ ഹൂ ഇൻസിസ്റ്റ് ഓൺ മെൻഡിങ് ദ വാൾ ബിറ്റ്വീൻ നൈബേഴ്സ്. ദ ബോയ് ഹൂ ക്ലൈംസ് എന്നുള്ളത് ബ്രിഡ്ജസ് എന്നുള്ള കവിതയിലുള്ളതാണ്. അതേപോലെ തന്നെ ദ ഫാർമർ ഹൂ ഇൻസിസ്റ്റ് ഓൺ മെൻഡിങ് ഓൺ ദ വാൾ ബിറ്റ്വീൻ നൈബേഴ്സ് മെൻഡിങ് വാളാണ്. ദ ട്രാവലേഴ്സ് ഹൂ ഈസ് പെർപ്ലക്സ്ഡ് ബൈ ദ 2 റോഡ്സ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിം, ദ റോഡ് നോട്ട് ടേക്കൺ ആണ്. ഇതെല്ലാം അതിൻ്റെ തീമാണ് പറയുന്നത്. ചെറിയൊരു ഭാഗമായി പറയുന്നുള്ളൂ, പക്ഷേ ഇതിൽ നിന്ന് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ദ ടയേർഡ് ആപ്പിൾ പിക്കർ ഹൂ ഡ്രീംസ് ഓഫ് അൺപ്ലക്ഡ് ആപ്പിൾസ് ലൂമിങ് ലാർജ് ഓൺ ബഫ്സ്. പറിക്കാത്ത ആപ്പിളുകളെല്ലാം ചില്ലകളിൽ വലുതായി കാണുന്നതായിട്ട് ഒരു ആപ്പിൾ പിക്കറിന് തോന്നുകയാണ്. അതേപോലെ തന്നെ ദ ഡ്യൂട്ടി കോൺഷ്യസ് എക്സ്പ്ലോറർ ഹൂ റെഫ്യൂസസ് ടു ബി ഡ്രോൺ ഇൻ ടു ദ ലവ്ലി ഡാർക്ക് ഫോറസ്റ്റ്. ഒരു ഡ്യൂട്ടി കോൺഷ്യസ് എക്സ്പ്ലോറർ എന്ത് ചെയ്യുകയാണ്? ഈ ഒരു വുഡ്സിൻ്റെ സ്നോയി ഈവനിങ്ങിൽ അദ്ദേഹം മരങ്ങളുടെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് അവിടെ നിൽക്കുകയാണ്.
ആർ ആൾ ദ ഇല്ലുസ്ട്രേഷൻസ് ഓഫ് ദ ഫ്രോസ്റ്റ് ഒബ്ജക്റ്റീവ്സ് ഓഫ് പോയട്രി ആൻഡ് ഫിലോസഫി. ഈ പോയംസ് എല്ലാം തന്നെ ഫ്രോസ്റ്റിൻ്റെ ആത്മാർത്ഥതയുള്ള, അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രകൃതിയോടുള്ള ആ ഒരു സ്നേഹം, പ്രകൃതിയോടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇഷ്ടം നമുക്ക് കാണിച്ചു തരുന്നു. ആൻഡ് ഫിലോസഫി, അതുപോലെ തന്നെ ഒരു തത്വജ്ഞാനിയെയും നമുക്കതിലൂടെ കാണിച്ചു തരുന്നു. അല്ലേ, ആപ്പിൾ പറിക്കുന്ന ഒരാൾ പറിക്കാത്ത അനേകം ആപ്പിളിനെ കുറിച്ച് സ്വപ്നം കാണുന്നതും, അതുപോലെ തന്നെ നിരീക്ഷകൻ കാടിൻ്റെ വന്യമായ ഭംഗി ആസ്വദിക്കാതെ തൻ്റെ കടമ മാത്രം ചെയ്യുന്നതും, അതേപോലെ തന്നെ ഊഞ്ഞാലിൽ ഒരു കുട്ടി മരം കയറുന്നതും ഊഞ്ഞാലാടുന്നതും, അതേപോലെ ഒരു കൃഷിക്കാരൻ വേലി കെട്ടാൻ വേണ്ടി തൻ്റെ അയൽവാസിയെ നിർബന്ധിക്കുന്നതും, ഒരു യാത്രികൻ വഴി രണ്ടായി പിരിയുമ്പോൾ ഏതിലെ പോകണമെന്നറിയാതെ പകച്ചു നിൽക്കുന്നതെല്ലാം അദ്ദേഹത്തിൻ്റെ കവിതയിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ഫ്രോസ്റ്റ് സ്ട്രോങ്ലി റിയാക്റ്റഡ് അബൌട്ട് വേഴ്സ് ഫോംസ്. അദ്ദേഹം ഗദ്യ കവിത എഴുതുന്നത് അദ്ദേഹം ഇഷ്ടമല്ലായിരുന്നു. അക്കോർഡിംഗ് ടു ഹിം, അദ്ദേഹം പറയുന്നത് ഫ്രീ വേഴ്സ് ഈസ് ലൈക്ക് പ്ലേയിങ് ടെന്നീസ് വിത്തൗട്ട് എ നെറ്റ്. അല്ലേ, ഗദ്യ കവിത എഴുതുന്നത് നെറ്റില്ലാതെ ടെന്നീസ് കളിക്കുന്നത് പോലെയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അദ്ദേഹം അത് ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഇൻ 1916 Frost was asked to recite a poem, The Gift, outright at John F. Kennedy's presidential inauguration. 1916 ഫ്രോസ്റ്റിന് ഒരു ക്ഷണം ഉണ്ടായി. ജോൺ എഫ് കെന്നഡിയുടെ പ്രസിഡൻഷ്യൽ ഇനാഗുറേഷൻ സെറിമണിയിൽ തൻ്റെ പോയം അവതരിപ്പിക്കാനുള്ള ഒരവസരം അദ്ദേഹത്തിന് കിട്ടി. ഫ്രോസ്റ്റ് വാസ് ദ മോസ്റ്റ് ഹോണേഡ് ആൻഡ് അപ്രിഷിയേറ്റഡ് എമംഗ് ദ 20th century അമേരിക്കൻ പോയറ്റ്. 20ാം നൂറ്റാണ്ടിലെ അമേരിക്കൻ പോയറ്റിൽ ഏറ്റവും അധികം പുകഴ്ത്തി പറയുന്നതും അതുപോലെ തന്നെ ആദരിക്കപ്പെടുന്നതുമായ ഒരു കവിയായിരുന്നു റോബർട്ട് ഫ്രോസ്റ്റ്. ഹാവിംഗ് റിസീവ്ഡ് ദ പുലിസ്റ്റർ 4 times, അല്ലേ, പുലിസ്റ്റർ പ്രൈസ് 4 തവണ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. മോർ ദാൻ 40 ഹോണററി ഡിഗ്രീസ്, അതേപോലെ തന്നെ 40ഓളം ബഹുമതികൾ അദ്ദേഹത്തിന് ഓക്സ്ഫോർഡിൽ നിന്നും ഓക്സ്ഫോർഡ് ആൻഡ് കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ആൻഡ് ദ US കോൺഗ്രിഗേഷണൽ മെഡൽ, അതേപോലെ തന്നെ US കോൺഗ്രിഗേഷണൽ മെഡലും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. ഫ്രോസ്റ്റ് ഡൈഡ് ഇൻ 1963. അദ്ദേഹം 1963 മരണപ്പെട്ടത്. ഹിസ് എപ്പിറ്റഫ് കോട്ട്സ് ദ ലാസ്റ്റ് ലൈൻ ഫ്രം ഹിസ് പോയം. അദ്ദേഹത്തിൻ്റെ എപ്പിറ്റാഫ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ടോം സ്റ്റോണിലുള്ള ആ ഒരു ഇൻസ്ക്രിപ്ഷനാണ് എപ്പിറ്റാഫ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ശവക്കല്ലറയിൽ എഴുതി വച്ചിരുന്നു, ഇൻസ്ക്രിപ്ഷൻസ് ഓൺ ദ ടോം സ്റ്റോൺ. കോട്ട്സ് ദ ലാസ്റ്റ് ലൈൻ ഫ്രം ഹിസ് പോയം. അദ്ദേഹത്തിൻ്റെ കവിതയിൽ തന്നെയുള്ള ഒരു കവിതയുടെ ലാസ്റ്റ് ലൈനായിരുന്നു അദ്ദേഹത്തിൻ്റെ ശവക്കല്ലറയിൽ എഴുതി വച്ചിരുന്നത്. എന്തായിരുന്നു ആ ലൈൻ? ദ ലെസൺ ഫോർ ടുഡേ, ഐ ഹാഡ് എ ലവേഴ്സ് ക്വാറൽ വിത്ത് ദ വേൾഡ് എന്നായിരുന്നു ആ ഒരു വരികൾ. ഇനി ഇൻട്രൊഡക്ഷനിലെ ലാസ്റ്റ് പാരഗ്രാഫാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ലാസ്റ്റ് 2 പാരഗ്രാഫ്. ഇതിലൂടെയാണ് ഈ ഒരു പോയത്തിൻ്റെ തീം നമ്മൾ പറയുന്നത്. ഇൻ ദിസ് പോയം എ റോഡ് സൈഡ് സ്റ്റാൻഡ്. എ റോഡ് സൈഡ് സ്റ്റാൻഡ് എന്ന ഈ ഒരു പോയത്തിലൂടെ ഫ്രോസ്റ്റ് ഡീപ്ലി എംപതൈസസ് വിത്ത് ദ ഫാർമേഴ്സ് ഹൂ സെൽ ദെയർ ഫ്രഷ് if not impressive produce at a temporary stand alongside a busy road. ഈ ഒരു കവിതയിലൂടെ ഫ്രോസ്റ്റ് വളരെയധികം ആഴത്തിൽ എംപതൈസസ്. വാട്ട് ഈസ് മീൻ ബൈ എംപതി? സിമ്പതി എന്ന് പറഞ്ഞാൽ അനുകമ്പ, എംപതി എന്ന് പറഞ്ഞാൽ അല്ലേ അണ്ടർസ്റ്റാൻഡിങ് ആണ് എംപതി. അവരുടെ പ്രയാസത്തെ നമ്മൾ മനസ്സിലാക്കുകയാണ്. വിത്ത് ദ ഫാർമേഴ്സ്, ആരുടെ പ്രയാസത്തെയാണ് മനസ്സിലാക്കുന്നത്? കൃഷിക്കാരുടെ. ഹൂ സെൽ ദെയർ ഫ്രഷ് ഇഫ് നോട്ട് ഇംപ്രസീവ് പ്രൊഡ്യൂസ്, അല്ലേ, അവരവരുടെ ഫ്രഷ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ വിൽക്കുകയാണ്. അറ്റ് എ ടെമ്പററി സ്റ്റാൻഡ്, അല്ലേ, ഒരു താൽക്കാലികമായി കെട്ടിയുണ്ടാക്കിയ സ്റ്റാൻഡിൽ, എലോങ് സൈഡ് എ ബ്യൂസി റോഡ്, ഒരു തിരക്കുള്ള ഒരു റോഡിൽ ഒരു തെരുവ് കച്ചവടക്കാരനായിട്ട് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഒരു ഫാർമറെ അല്ലെങ്കിൽ ഒരുപാട് കൃഷിക്കാരുടെ അവസ്ഥയാണ് ഈ ഒരു കവിതയിലൂടെ നമ്മൾ കാണുന്നത്. As the vehicles speed by ruthlessly and recklessly, അതിലൂടെ വാഹനങ്ങൾ വളരെ നിഷ്കരുണം അതുപോലെ തന്നെ ത്വരിതഗതിയിൽ വാഹനങ്ങൾ പോകുന്നുണ്ടായിരുന്നു.
ദ എക്സ്പെക്റ്റേഷൻസ് ഓഫ് ദ പെസൻസ് ഓർ അപ്പോൾ എങ്ങനെ പോകുമ്പോൾ കൃഷിക്കാരുടെ പ്രത്യാശകൾ വളരുകയും പെട്ടെന്ന് തന്നെ ഇല്ലാതാവുകയും ചെയ്യുന്നു. സോർ അപ്പ് എന്ന് പറഞ്ഞാൽ റൈസ് അപ്പ്, ഓൺലി ടു ബി ക്രഷ്ഡ് ഡൗൺ, പെട്ടെന്ന് തന്നെ, ബട്ട് സൂൺ ദേ ഫാൾ, പെട്ടെന്ന് തന്നെ അത് ഇല്ലാതാവുകയും ചെയ്യുന്നു. ഒരു കാർ വരുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരു വാഹനം വരുമ്പോൾ അവരത് വാങ്ങുമെന്നുള്ളൊരു പ്രതീക്ഷയും അത് വാങ്ങാതെ പോകുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു നിരാശയുമാണ് ഈ വരികളിലൂടെ കാണുന്നത്. ദ സ്കീൽ ഓഫ് ബ്രേക്സ് ഈസ് ഹാപ്പിലി വെൽക്കംഡ്, ബ്രേക്കിൻ്റെ ആ ഒരു നിലവിളി, ആ ഒരു ശബ്ദം ഹാപ്പിലി വെൽക്കംഡ്, വളരെയധികം സന്തോഷത്തോടെ സ്വാഗതം ചെയ്യപ്പെടുന്നു. ബട്ട് ആൾ എന്തൂസിയാസം, പക്ഷേ എല്ലാ ആകാംക്ഷയും ഈസ് ഡാമ്പൻഡ്, അതെല്ലാം റെഡ്യൂസ് ചെയ്ത് പോവുകയാണ്. വെൻ ദ സിറ്റി ഡ്വെല്ലർ, അല്ലേ, സിറ്റിയിൽ താമസിക്കുന്നവർ ക്വൈറ്റ് കാഷ്വലി എൻക്വയർസ് ദ പ്രൈസ് ഓഫ് ദ പ്രൊഡ്യൂസ്, അവർ സീരിയസ് അല്ലാതെ കാഷ്വലി, അല്ലേ, വെറുതെ ഒന്ന് എൻക്വയറീസ് ദ പ്രൈസ് ഓഫ് ദ പ്രൊഡ്യൂസ്, ഈ ഉൽപ്പന്നങ്ങളുടെ വില ചോദിക്കുക മാത്രം ചെയ്യുന്നത് കൊണ്ട് അവരുടെ എല്ലാ ആകാംക്ഷയും അതോടുകൂടെ നഷ്ടപ്പെടുന്നു. എന്നിട്ട് അവരെന്താ ചെയ്യുന്നത്, ചോദിച്ചിട്ട് ആൻഡ് ലീവ്സ്, പോവുകയും ചെയ്യുന്നു. വെറുതെ ഒന്ന് പണം എത്രയാണെന്ന് ചോദിക്കുന്നു, വാങ്ങാൻ വേണ്ടിയൊന്നുമല്ല, വെറുതെ ഒന്ന് ചോദിക്കുകയാണ്. ഇത് ചോദിക്കാൻ വേണ്ടി മാത്രമാണ് അവർ നിർത്തുന്നത്. ഓർ റെഡിക്കുലസ്ലി, അതല്ല, അതുമല്ലെങ്കിൽ അവരെന്താ ചെയ്യുന്നത്, റെഡിക്കുലസ്ലി, കളിയാക്കിക്കൊണ്ട് ഡിമാൻഡ്സ് എ ഗാലൻ ഓഫ് പെട്രോൾ, ഇവിടെ പെട്രോൾ എവിടെയാണ് ലഭിക്കുന്നത് എന്ന് ചോദിക്കും. ഓർ ടു ഗ്രേറ്റർ ഡിസ്മേ, പിന്നെ അതല്ലെങ്കിൽ എന്താണ്, വളരെയധികം, ടു ഗ്രേറ്റർ ഡിസ്മേ എന്ന് പറഞ്ഞാൽ വളരെയധികം വണ്ടറോടുകൂടെ, മിയർലി റിവേഴ്സസ് ദ കാർ, ജസ്റ്റ് ഒന്ന് കാറ് തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫാർമേഴ്സിൻ്റെ അടുത്തേക്ക് സിറ്റി ഡ്വെല്ലേഴ്സ് വരുന്നത്. അവർ വളരെ പ്രതീക്ഷയിൽ സാധനങ്ങൾ ഇപ്പോൾ വാങ്ങുമെന്നൊരു പ്രതീക്ഷയിൽ ഇരിക്കുന്ന സമയത്താണ് വെറുതെ ഒരു വില ചോദിക്കും, അല്ലെങ്കിൽ പെട്രോൾ ചോദിക്കും, അല്ലെങ്കിൽ കാറ് തിരിക്കാൻ വേണ്ടി വരുന്നത്. ഇതൊക്കെ ഒരുപാട് ഡിസപ്പോയിൻമെൻറ്റ്സ് ആണ് ഫാർമേഴ്സിന് നൽകുന്നത്. ദീസ് പെസൻസ് ഹാവ് പുട്ടപ്പ് എ റോഡ് സൈഡ് സ്റ്റാൻഡ് നോട്ട് ടു റെഡ്യൂസ് ദെയർ പോവർട്ടി, ഒരിക്കലും ഈ കൃഷിക്കാർ ഈ സ്റ്റാൻഡ് ഇട്ടിരിക്കുന്നത് അവരുടെ ദാരിദ്ര്യം കൊണ്ടുമല്ല, ഭക്ഷണം കഴിക്കാൻ കഷ്ടപ്പാടുള്ളത് കൊണ്ട് മാത്രമല്ല, പക്ഷേ എന്തിനു വേണ്ടിയാണ്, ബട്ട് ഫോർ ദ അഡീഷണൽ ഇൻസെൻറ്റീവ് വിച്ച് വുഡ് ബി എനേബിൾ ടു ദം ടേസ്റ്റ് ദ ലക്ഷറീസ് ഇൻ സിറ്റി ലൈഫ്, പലപ്പോഴും കുറച്ച് പണമുണ്ടാക്കി നഗരത്തിൽ പോയി അവിടെ ആഡംബര ജീവിതം ഒന്ന് രുചിച്ചു നോക്കാൻ കൂടി വേണ്ടിയായിരുന്നു കൃഷിക്കാർ ഈ ഒരു റോഡ് സൈഡ് സ്റ്റാൻഡ് ഇട്ട് കച്ചവടം നടത്തുന്നത്. ത്രൂ ഔട്ട് ദ പോയം മുഴുവൻ, അല്ലേ, പോയത്തിലുടനീളം ദർ ഈസ് എ ഷാർപ്പ് കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ, പോയത്തിലുടനീളം കൃഷിക്കാരും നഗരവാസികളും തമ്മിലുള്ള വ്യത്യസ്തതകൾ നമുക്ക് കാണാൻ സാധിക്കും. ഷാർപ്പ് കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ സൊഫിസ്റ്റിക്കേറ്റഡ് ആൻഡ് കാലസ് സിറ്റി ഡ്വെല്ലേഴ്സ്, സൊഫിസ്റ്റിക്കേറ്റഡ് എന്ന് പറഞ്ഞാൽ കൾച്ചേർഡ് പീപ്പിൾ, കാലസ് മീൻസ് ഇമോഷണലി ഹാർഡ്, അല്ലേ, വികാരപരമായി വളരെ കട്ടിയുള്ള അല്ലെങ്കിൽ മനസ്സിന് മയമില്ലാത്ത ഹാർഡായിട്ടുള്ള ആളുകൾ, സിറ്റി ഡ്വെല്ലേഴ്സ്. അവരോട് കോൺട്രാസ്റ്റ് ചെയ്യുന്നത് ആരാണ്, ദ ട്രസ്റ്റിംഗ്, അല്ലേ, വിശ്വസനീയമായ, നെയ്വ്, നിഷ്കളങ്കരായ, റൂറൽ, ഫൂളിഷ് ഫോൾക്ക്, പാവപ്പെട്ട, അല്ലേ, ഒന്നിനെക്കുറിച്ചും ഒരു പിന്നെ കണ്ണിങ് ഒന്നുമല്ലാത്ത പാവം ഗ്രാമീണരും നഗരവാസികളും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ് നമുക്കിതിലൂടെ കാണുന്നത്. ദ സ്പീഡിംഗ് ട്രാവലേഴ്സ് ഇൻറ്റർപ്രറ്റ് ദ റോഡ് സൈഡ് സ്റ്റാൻഡ്, അല്ലേ, ഇതിലൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാർ വിചാരിക്കുന്നത് എന്താണ്, ദ ഇൻറ്റർപ്രറ്റ് ദ റോഡ് സൈഡ് സ്റ്റാൻഡ് ഈസ് എ ബ്ലെമിഷ്, ഈ റോഡ് സൈഡ് സ്റ്റാൻഡിനെ എന്താണ്, ഒരു ബ്ലെമിഷാണ്. ബ്ലെമിഷ് എന്ന് പറഞ്ഞാൽ ഒരു ഡിഫക്റ്റാണ്, ഒരു പോരായ്മയാണ്. ഓൺ ദ അതർവൈസ് ബ്യൂട്ടിഫുൾ കൺട്രി സഡൻ ഫൈൻഡ് ഫോൾട്ട് വിത്ത്, അതല്ലെങ്കിൽ, അല്ലേ, ഈ നഗരജീവിതം അല്ലെങ്കിൽ ഈ ഒരു ഗ്രാമീണ ഭംഗിയെ ഇല്ലാതാക്കുന്നത് തന്നെ ഇങ്ങനെയുള്ള റോഡ് സൈഡ് സ്റ്റാൻഡുകളാണ് എന്നാണ് അവരുടെ അഭിപ്രായം, അല്ലേ. അവർ വിചാരിക്കുന്നത് ദിസ് റോഡ് സൈഡ് സ്റ്റാൻഡ് ആക്ച്വലി സ്പോയിൽ ദ ബ്യൂട്ടി ഓഫ് വില്ലേജ്, ഈ ഒരു വില്ലേജിൻ്റെ ഭംഗി തന്നെ ഇല്ലാതാക്കുന്നത് ഇങ്ങനെയുള്ള റോഡ് സൈഡ് സ്റ്റാൻഡുകളാണെന്നാണ് അവരുടെ അഭിപ്രായം. ദീസ് വില്ലേജസ് ആർ വിക്ടിമൈസ്ഡ് ബൈ പ്രോപ്പർട്ടി സ്പെക്കുലേറ്റേഴ്സ്, അതുപോലെ തന്നെ ഈ ഗ്രാമീണർ ആർ വിക്ടിമൈസ്ഡ് ബൈ പ്രോപ്പർട്ടി സ്പെക്കുലേറ്റേഴ്സ്, വസ്തു വിൽപ്പനക്കാരാൽ ഇവർ വിക്ടിമൈസ് ചെയ്യപ്പെടുന്നു, കബളിപ്പിക്കപ്പെടുന്നു.
വസ്തുവിൽപ്പനക്കാരും മുതലാളിമാരും രാഷ്ട്രീയക്കാരും ചേർന്ന് നഗരജീവിതത്തിൻ്റെ മാസ്മരികതയെപ്പറ്റി പറഞ്ഞ് പാവപ്പെട്ട കൃഷിക്കാരെ കബളിപ്പിക്കുകയും വ്യാമോഹിപ്പിക്കുകയും ചെയ്യുന്നു. ആർ വിക്ടിമൈസ്ഡ് ബൈ പ്രോപ്പർട്ടി സ്പെക്കുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ വസ്തുവിൽപ്പനക്കാർ, ക്യാപിറ്റലിസ്റ്റ് മുതലാളിമാർ, പൊളിറ്റീഷ്യൻസ് രാഷ്ട്രീയക്കാർ, ഹൂ കൺസ്പയർ അവർ ഗൂഢാലോചന നടത്തുന്നു, ടു റോബ് ദം അവരെ കൊള്ളയടിക്കാൻ, ഓഫ് ദെയർ നേറ്റീവ് ലാൻഡ് അവരുടെ ഭൂമി കൊള്ളയടിക്കാൻ, ആൻഡ് ലിയൂർ ദം എന്നിട്ട് അവരെ വശീകരിക്കുന്നു, ഇൻ ടു ദ മെസ്മറൈസിങ് വേൾഡ് ഓഫ് ദ സിറ്റീസ്. മെസ്മറൈസിങ് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റിംഗ് വേൾഡ് ഓഫ് ദ സിറ്റീസ്. സിറ്റിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞ് അവരെ കൊതിപ്പിക്കുകയാണ്. വെർ ദേ സീസ് ടു തിങ്ക് ആൻഡ് ആക്ട് ഫോർ ദംസെൽസ് ഇതെല്ലാം അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്നും അവരെ ചിന്തിക്കുന്നതിൽ നിന്നെല്ലാം അവരെ സ്റ്റോപ്പ് ചെയ്യപ്പെടുന്നു. അല്ലേ, അവർ ഇവിടെയുള്ള ജീവിതം അവസാനിപ്പിച്ച് എങ്ങനെയെങ്കിലും എങ്ങോട്ടെത്തിയാൽ മതി, നഗരത്തിലെത്തിയാൽ മതി എന്നുള്ള ചിന്ത അവർക്ക് ഉണ്ടാകുന്നു. അവരുടെ അധ്വാനശീലമെല്ലാം അതോടെ അവസാനിക്കുന്നു. ഫോഴ്സ്ഡ് ടു മൈഗ്രേറ്റ് എ ടൗൺ ദേ ഫേസ് എ ലിറ്ററൽ റിവേഴ്സൽ ഓഫ് ടൈം ആൻഡ് വർക്ക് എത്തിക്സ്. നഗരങ്ങളിൽ നഗരവാസികൾക്ക് കാര്യമായി ഒന്നും ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ ഇല്ല. ചില കൃഷിക്കാർ അവരുടെ ഗ്രാമത്തിലെ സ്ഥലം വിറ്റ് നഗരത്തിലേക്ക് ചേക്കേറാൻ നിർബന്ധിതരാകുന്നു. The voice of the farmer is rendered as a dramatic monologue to the heedless passer-by. You have the money, keeping from us. പലപ്പോഴും കൃഷിക്കാരൻ്റെ വിഷമം അയാളുടെ ആത്മകഥത്തിൽ നമുക്ക് കേൾക്കാൻ സാധിക്കും. ആസ് എ ഡ്രമാറ്റിക് മോണോലോഗ് എന്ന് പറഞ്ഞാൽ ആത്മകഥം, സ്വന്തമായി ഇങ്ങനെ പറയാം അല്ലേ, നമ്മൾ പിറുപിറുക്കുക. ടു ദ ഹീഡ്ലെസ് പാസർ ബൈ, ഹീഡ്ലെസ് എന്ന് പറഞ്ഞാൽ നോൺ ലിസണിങ് അല്ലേ, ആരും കേൾക്കാതെ ഇങ്ങനെ പറയുന്നത് കാണാം. ഇതിൽ നിന്ന് നമുക്ക് കൃഷിക്കാരുടെ വേദന മനസ്സിലാവും. വി ഹിയർ ദ പെയിൻ ഓഫ് ദ ഫാർമർ ഫ്രം ദീസ് ലൈൻസ്. ഈ ഒരു വരികളിലൂടെ കൃഷിക്കാരുടെ വേദന നമുക്ക് കാണാം. അവരെന്താ പറയുന്നത്? യു ഹാവ് ദ മണി കീപ്പിംഗ് ഫ്രം അസ്, അല്ലേ, ഞങ്ങൾക്ക് വേണ്ട, നിങ്ങളുടെ അടുത്ത് ഒരുപാട് പണം ഉണ്ടല്ലോ അല്ലേ, അതൊന്നും ഞങ്ങൾക്ക് തരാതെ അങ്ങനെ പിടിച്ചു വെച്ചതല്ലേ എന്നിങ്ങനെ അവർ പറയുന്നത് നമുക്ക് കേൾക്കാം. ഓൾ ദ പെയിൻ ആൻഡ് ആങ്കർ വിത്തിൻ ഹിം ഈസ് റിവീൽഡ് ഹിയർ. അവരുടെ മനസ്സിലുള്ള വേദനയും ദേഷ്യവും എല്ലാം ഈ വരികളിൽ നമുക്ക് കാണാൻ സാധിക്കും. അല്ലേ, നിങ്ങൾക്ക് കാശുണ്ട്, നിങ്ങൾക്കത് ചിലവാക്കേണ്ടെങ്കിൽ നിങ്ങളുടെ കാശ് നിങ്ങൾ സൂക്ഷിച്ചു വെക്കുക, എന്നിട്ട് യാത്ര തുടരുക. അല്ലേ, ഒന്നും വാങ്ങാതെയാണല്ലോ അവർ പോകുന്നത് അല്ലേ, ഒന്നും വാങ്ങിക്കാതെ മടങ്ങുന്ന യാത്രക്കാരോട് ഇതായിരിക്കും കൃഷിക്കാരൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇൻ ദ കൺക്ലൂഡിങ് പാർട്ട് ഓഫ് ദ പോയം, ഈ പോയത്തിൻ്റെ അവസാനത്തിൽ, ദ പോയറ്റ് വോയിസസ് ഹിസ് ഇമ്പൾസീവ് ഡിസയർ ടു പുട്ട് ആൻ എൻഡ് ടു ദെയർ സഫറിങ് അറ്റ് എ വൺ സ്ട്രോക്ക്. പോയത്തിൻ്റെ അവസാനത്തിൽ കവി കൃഷിക്കാരുടെ ദൈന്യതയ്ക്ക് അല്ലെങ്കിൽ അവരുടെ പ്രയാസത്തിന് ഒരു അന്ത്യം വരുത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ. ഇമ്പൾസീവ് ഡിസയർ എന്ന് പറഞ്ഞാൽ അധികമായ ആവേശം. ടു പുട്ട് ആൻ എൻഡ് ടു ദെയർ സഫറിങ് അറ്റ് വൺ സ്ട്രോക്ക് അല്ലേ, പെട്ടെന്ന് തന്നെ മാറണം. ബട്ട് സൂൺ റീതിങ്സ് അല്ലേ, പെട്ടെന്ന് തന്നെ അദ്ദേഹം എന്താണ് വിചാരിക്കുകയാണ്, റീതിങ്ക് ചെയ്യാണ്. ആൻഡ് സജസ്റ്റ് ദാറ്റ് വുഡ് പ്രിഫർ ടു ഹാവ് സം വൺ മിറ്റിഗേറ്റിംഗ് ഹിസ് പെയിൻ. പക്ഷേ അയാൾക്ക് കാര്യമായൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് കൃഷിക്കാരുടെ ദയനീയ അവസ്ഥയിൽ അയാൾക്ക് വലിയ സഹതാപമുണ്ട്, അത് അയാളെ വേദനിപ്പിക്കുന്നുണ്ട്. സിൻസ് ഹി കനോട്ട് എൻഡ്യൂർ, അദ്ദേഹത്തിന് ഒരിക്കലും അവസാനിപ്പിക്കാൻ കഴിയുന്നില്ല. സിൻസ് ഹി കനോട്ട് ഡു എനിത്തിങ് ടു മിറ്റിഗേറ്റ് ദെയർ പെയിൻ അല്ലേ, അവരുടെ മിറ്റിഗേറ്റ് എന്ന് പറഞ്ഞാൽ ലെസൺ, കുറക്കുക. വാച്ചിങ് ദ പ്ലേറ്റ് ഓഫ് ദീസ് വില്ലേജസ്, ഈ ഒരു കൃഷിക്കാരുടെ അവസ്ഥ കണ്ടിട്ട് ഒരിക്കലും എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ളൊരു വേദനയും നമുക്കിവിടെ കാണാൻ സാധിക്കും പോയത്തിൻ്റെ അവസാന ഭാഗത്ത്. ദ പോയം originally appeared on the Atlantic Monthly in June 1936 as was included in the collection of poems titled A Further Range 1936 with a subtitle on being put out of our misery. ഈ ഒരു പോയം അറ്റ്ലാന്റിക് മന്ത്ലിയിലും അതുപോലെ തന്നെ എ ഫർദർ റേഞ്ച് എന്ന കളക്ഷൻ ഓഫ് പോയംസിലും നമുക്ക് കാണാൻ സാധിക്കും. ഫ്രോസ്റ്റ് ഹാസ് ആൾസോ കൺസിഡേർഡ് ദ ടൈറ്റിൽ യുത്തനേഷ്യ ഫോർ ദ പോയം. ഈ ഒരു പോയത്തിന് മറ്റൊരു ടൈറ്റിലും കൂടി അദ്ദേഹം നൽകിയിരുന്നു, യുത്തനേഷ്യ. യുത്തനേഷ്യ മീൻസ് മേഴ്സി കില്ലിംഗ്, ദയാവധം എന്നാണ് അതിൻ്റെ പേര്.
ദ പോയം ഈസ് എ ക്രിട്ടിക് ഓഫ് മോഡേണൈസേഷൻ. ഈ കവിത ആധുനികതയെ നിശിതമായി വിമർശിക്കുന്നു, വളരെയധികം വിമർശിക്കുന്നു. ദ സ്റ്റാൻഡ് ഈസ് എ പെയിൻഫുൾ സിംബൽ ഓഫ് ദ പാസ്റ്റ് ദാറ്റ് ഈസ് ഡിമിനിഷിങ്. കൃഷിക്കാരൻ്റെ ഈ ഒരു സ്റ്റാൻഡ് ഒരു പഴയ കാലത്തിൻ്റെ പ്രതീകമാണ്, അതിപ്പോൾ ഇല്ലാതായി കൊണ്ടിരിക്കുകയാണ്. എ പ്രൂഫ് ഓഫ് ദ ഡിക്ലൈൻ ഓഫ് ദ അഗ്രികൾച്ചറൽ പ്രോസ്പെറിറ്റി. കൃഷിക്കാരുടെ അല്ലെങ്കിൽ കൃഷിയുടെ ദുരവസ്ഥയും കൃഷിക്കാരുടെ വേദനാജനകമായ ജീവിതത്തിൻ്റെ ഒരു പ്രതീകവുമാണ് റോഡ് സൈഡ് സ്റ്റാൻഡ്. അഗ്രേറിയൻ വേ ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ കൃഷിക്കാരുടെ ജീവിതത്തിൻ്റെ അഗ്രികൾച്ചറൽ വേ ഓഫ് ലൈഫ്, അതിൻ്റെയൊക്കെ ഒരു പ്രതീകമാണ് ഈ ഒരു സ്റ്റാൻഡ്. അപ്പാരൻ്റ്ലി സിമ്പിൾ ദ പോയം ഈസ് ഡെൻസ് വിത്ത് സജഷൻസ്. അല്ലേ, വളരെയധികം സിമ്പിളായിട്ടുള്ള എളുപ്പമുള്ള വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിലും വലിയ അർത്ഥതലങ്ങളുള്ള ഒരു പോയം തന്നെയാണിത്. ഡെൻസ് വിത്ത് എന്ന് പറഞ്ഞാൽ ഫുൾ ഓഫ്, തിക്ക് ഓഫ് സജഷൻസ്. അല്ലേ, ഒരുപാട് സജഷൻസ് നൽകുന്ന ഒരു പോയമാണ് റോഡ് സൈഡ് സ്റ്റാൻഡ്. Okay, let's start the poem. The little old house was out with a little new shed. In front, at the edge of the road where the traffic sped, a roadside stand that too pathetically pled. It would not be fair to say for a dole of bread, but for some of the money, the cash, whose flow supports the flower of the cities from sinking and withering faint. The little old house was out with a little new shed. This poem starts with the description of a stand. ഈ ഒരു പോയം തുടങ്ങുന്നത് തന്നെ ഒരു സ്റ്റാൻഡിനെ കുറിച്ചുള്ള ഒരു വിവരണത്തിലൂടെയാണ്. എ ഫാർമർ ഹാസ് പുട്ട് അപ്പ് എ സ്റ്റാൻഡ് ഔട്ട്സൈഡ് ഹിസ് ഹൗസ് എലോങ് ദ ഹൈവേ, ഹോപ്പിംഗ് ദാറ്റ് ദ പാസിംഗ് കാർ വുഡ് ബൈ ഹിസ് പ്രൊഡ്യൂസ്. ഹീ ട്രൈസ് ടു ഏൺ മണി നോട്ട് ബൈ ബെഗിങ് ബട്ട് ബൈ സെല്ലിംഗ് ഹിസ് പ്രൊഡക്ട്സ്. കവിത തുടങ്ങുന്നത് തന്നെ സ്റ്റാൻഡിനെ കുറിച്ച് വിവരിച്ചുകൊണ്ടാണ്. ഒരു കൃഷിക്കാരൻ തൻ്റെ വീട്ടിൽ നിന്നും ഹൈവേയിലേക്ക് ഒരു സ്റ്റാൻഡ് കെട്ടിയിട്ടുണ്ട്. റോഡിലൂടെ പോകുന്ന ആളുകളെല്ലാം തൻ്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങണമെന്നും അങ്ങനെ ഒരുപാട് പണം സമ്പാദിക്കണമെന്നും ആഗ്രഹത്തോടെ കൂടെയാണ് കൃഷിക്കാരൻ ഇരിക്കുന്നത്. The little old house was out with a little new shed എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം. ഇൻ ഫ്രണ്ട് അറ്റ് ദ എഡ്ജ് ഓഫ് ദ റോഡ് വേർ ദ ട്രാഫിക് സ്പെഡ്. അല്ലേ, എങ്ങോട്ടാണ്? എലോങ് ദ ഹൈവേയിലേക്കാണ് ഈ ഒരു സ്റ്റാൻഡ് കെട്ടിയിരിക്കുന്നത്. ഈ റോഡ് സൈഡ് സ്റ്റാൻഡ് ദാറ്റ് ടു പാത്തറ്റിക്കലി പ്ലഡ്. അല്ലേ, വളരെ കഷ്ടപ്പാടോടെ. പാത്തറ്റിക്കലി എന്ന് പറഞ്ഞാൽ പാവം പിടിച്ചിട്ട്. പാത്തറ്റിക്കലി പ്ലഡ്. അല്ലേ, പ്ലഡ് എന്ന് പറഞ്ഞാൽ റിക്വസ്റ്റഡ്, ആവശ്യപ്പെടുന്നുണ്ട്. ഇറ്റ് വുഡ് നോട്ട് ബി ഫെയർ ടു സേ ഫോർ എ ഡോൾ ഓഫ് ബ്രെഡ്. അല്ലേ, ഹീ ഈസ് ട്രൈങ് ടു ഏൺ സം മണി നോട്ട് ബൈ ബെഗിങ് ബട്ട് ബൈ സെല്ലിംഗ് വാട്ട് ഹി ഹാസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ഹിസ് ഫാംസ്. തൻ്റെ കൃഷിയിടത്തിൽ എന്തൊക്കെയാണോ അദ്ദേഹം ഉണ്ടാക്കിയ സാധനങ്ങൾ അതെല്ലാം വിറ്റുകൊണ്ട് കുറച്ച് പൈസ സമ്പാദിക്കാനാണ് അവൻ വിചാരിക്കുന്നത്. But for some, for the money, the cash, whose flow support. But for some of the money, ഇത് എന്തിനു വേണ്ടിയാണ്? കുറച്ച് കാശിന് വേണ്ടിയാണ്. whose flow support. ഈ ഒരു ക്യാഷിൻ്റെ ഒഴുക്കിലൂടെ സപ്പോർട്ട്സ്. അല്ലേ, ദിസ് വേ ഹി സപ്പോർട്ട് ദ സിറ്റി ഫ്രം ദ റൂയിൻ. ഈ ഒരു മാർഗത്തിലൂടെ തൻ്റെ ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയിട്ട് കൃഷിക്കാരൻ നഗരത്തെ അദ്ദേഹം തീറ്റിപ്പോറ്റുകയും ചെയ്യുന്നു. The flower of the cities from the sinking and withering faint.
ദ ഫ്ലവർ ഓഫ് ദ സിറ്റീസ് എന്ന് പറഞ്ഞാൽ സൊഫിസ്റ്റിക്കേറ്റഡ് സിറ്റീസ്. ഫ്രം സിങ്കിങ് ആൻഡ് വിതറിങ് ഫെയിൻറ്റ് അല്ലേ, സിങ്കിങ് താഴ്ന്നു പോകുന്ന, അല്ലെങ്കിൽ വിതറിങ് എന്ന് പറഞ്ഞാൽ വാടുന്ന, ഫെയിൻറ്റ് എന്ന് പറഞ്ഞാൽ മങ്ങിയ, ഈ ഒരു അവസ്ഥയിൽ നിന്നും നഗരജീവിതത്തെ രക്ഷിക്കുകയാണ് ആര് ചെയ്യുന്നത്? കൃഷിക്കാരൻ ചെയ്യുന്നത്. അദ്ദേഹം തൻ്റെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിലൂടെ നഗരത്തെ രക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ദിസ് വേ ഹി സപ്പോർട്ട് ദ സിറ്റീസ് ഫ്രം ഗോയിങ് ഇൻ ടു റൂയിൻസ്. നശിക്കാൻ ഉദ്ദേശിക്കുന്ന നഗരത്തെ രക്ഷിക്കുന്ന ജോലിയാണ് കൃഷിക്കാരൻ ചെയ്യുന്നത്. Then the polished traffic passed with a mind ahead, or if ever aside a moment, then out of sorts, at having the landscape marred with the artless paint of signs that with n turned wrong and s turned wrong, offered for sale wild berries in wooden courts, or crook-necked golden squash with silver wards, or beauty rest in a beautiful mountain scene. The polished traffic. നിർഭാഗ്യവശാൽ ആരും തന്നെ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നില്ല. കൃഷിക്കാരുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നില്ല. ഈ പോളിഷ്ഡ് ട്രാഫിക് എന്നുള്ളത് എന്താണ്? ഒരു ഫിഗർ ഓഫ് സ്പീച്ചാണ്. ഈ ഫിഗർ ഓഫ് സ്പീച്ചിൻ്റെ പേരാണ് ട്രാൻസ്ഫേർഡ് എപ്പിത്തറ്റ്. ഇവിടെ ഒരിക്കലും പോളിഷ്ഡ് ആയത് ട്രാഫിക് അല്ല, പിന്നെ ആരാണ് അല്ലേ? ഇറ്റ് ഈസ് എ ഫിഗർ ഓഫ് സ്പീച്ച് ഇൻ വിച്ച് ദ മോഡിഫയർ ഈസ് ഷിഫ്റ്റഡ് ഫ്രം ദ ആനിമേറ്റ് ടു ദ ഇനാനിമേറ്റ്. ഇതിൽ നാമവിശേഷണം ഉപയോഗിച്ചിരിക്കുന്ന വാക്കിനെയല്ല അത് ശരിക്കും വിശേഷിപ്പിക്കുന്നത്, പക്ഷേ അവ ഉപയോഗിക്കുന്ന ആളുകളെ ആയിരിക്കും. കാരണം പോളിഷ്ഡ് എന്നുള്ളത് പറയുന്നത് ആരെക്കുറിച്ചാണ്? ട്രാഫിക്കിനെ കുറിച്ചല്ല, അല്ലെങ്കിൽ അതിലൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാരെയാണ്. ഇതുപോലെ തന്നെ വേറൊരു ട്രാൻസ്ഫേർഡ് എപ്പിത്തറ്റും കൂടെ ഈ ഒരു പോയത്തിൽ വരാനുണ്ട്. സെൽഫിഷ് കാർസ്. ഇതിലൂടെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും, സെൽഫിഷ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും കാറല്ല, കാറിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരാണ് സെൽഫിഷ്. ഇത് രണ്ടും ട്രാൻസ്ഫേർഡ് എപ്പിത്തറ്റ് എന്ന ഫിഗർ ഓഫ് സ്പീച്ചാണ് അല്ലേ? അപ്പോൾ പോളിഷ്ഡ് ട്രാഫിക് പാസ്ഡ് വിത്ത് എ മൈൻഡ് എഹെഡ്. ഇതൊന്നും വാങ്ങാതെ അതിലൂടെ യാത്ര ചെയ്യുകയാണ് അല്ലേ? നോ വൺ സ്റ്റോപ്പ് their cars and buy their things, or if ever aside a moment, then out of sorts, even if someone stares at that direction. ഇനി ആരെങ്കിലും ആ ഒരു ഡയറക്ഷനിലേക്ക് നോക്കുകയാണെങ്കിൽ തന്നെ they criticizes, അവരവരെ വിമർശിക്കുകയാണ്. എന്ത് പറഞ്ഞാൽ വിമർശിക്കുന്നത്? at having the landscape marred with artless of signs. They only criticize the badly painted north south signs അല്ലേ? അവിടെയുള്ള മാർഡ് എന്ന് പറഞ്ഞാൽ സ്പോയിൽഡ് വിത്ത് ആർട്ട്ലെസ് അല്ലേ? ഭംഗിയില്ലാത്ത സൈനുകളൊക്കെ അവർ കളിയാക്കുകയാണ്. എങ്ങനെയുള്ള സൈനുകൾ? ദാറ്റ് n turned wrong and s turned wrong. നോർത്ത് സൗത്ത് കാണിക്കുന്ന ബോർഡുകളെല്ലാം ശരിക്കല്ല വെച്ചിരിക്കുന്നത്, അതെല്ലാം തെറ്റാണ് എന്നാണ് അവർ പറയുന്നത്. ബാഡ്ലി പെയിൻറ്റഡ് നോർത്ത് സൗത്ത് സൈൻസ് വിത്തൗട്ട് ഈവൻ വൺസ് നോട്ടീസിങ് ദ വൈൽഡ് ബെറീസ്. എന്ത് നോക്കാതെ അവിടെയുള്ള വൈൽഡ് ബെറീസും അല്ലേ, അവർ കൊണ്ടുവന്ന് വെച്ച പഴങ്ങളോ പച്ചക്കറികളോ ഒന്നും അവർ മൈൻഡ് ചെയ്യുന്നില്ല. ഇത് ഓഫേർഡ് ഫോർ സെയിൽ അല്ലേ? ഇതൊന്നും നോക്കാതെ വിത്തൗട്ട് ഈവൻ നോട്ടീസ്ഡ് ഫോർ സെയിൽ വൈൽഡ് ബെറീസ് ഇൻ വുഡൻ കോട്ട്സ് അല്ലേ? മരപാത്രത്തിൽ അല്ലെങ്കിൽ മരത്തിൻ്റെ പാത്രങ്ങളിൽ വെച്ചിരിക്കുന്ന ബെറീസ് ഒന്നും അവർ നോക്കുന്നില്ല. ഓർ ക്രൂക്ക് നെക്ക്ഡ് ഗോൾഡൻ സ്ക്വാഷ്. ക്രൂക്ക് നെക്ക്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വളഞ്ഞ കഴുത്തുകളുള്ള. സ്ക്വാഷ് വിത്ത് സിൽവർ വാട്സ് അല്ലേ? പഴങ്ങളെയാണ് പറയുന്നത്.
വിത്ത് സിൽവർ വാർഡ്സിൽ അതിലൂടെ വെള്ളി വരകളൊക്കെ ഉള്ള, ഏതുപോലെ ഇപ്പോൾ പടവലം അതുപോലെയുള്ള പച്ചക്കറികളൊന്നും അവർ മൈൻഡ് ചെയ്യുന്നില്ല. അതല്ല, ഇനി എന്തും മൈൻഡ് ചെയ്യുന്നില്ല. ഓർ ദ ബ്യൂട്ടി റെസ്റ്റ് ഇൻ എ ബ്യൂട്ടിഫുൾ മൗണ്ടെയിൻ സീൻ, അല്ലെ, വളരെ മനോഹരമായ മലകളൊന്നും ആര് കാണുന്നില്ല, ഈ ഒരു യാത്രക്കാർ കാണുന്നില്ല. അപ്പോൾ ഇതൊരൊറ്റ സ്റ്റാൻസ വൈസ് അല്ല, ഒരൊറ്റ പോയമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓരോന്നും നല്ലപോലെ ടെക്സ്റ്റിൽ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. പിന്നീട് അവരെന്താ പറയുന്നത്, അപ്പോൾ ഇത്രയും പറഞ്ഞു. ഇനി പറയുന്നത് യു ഹാവ് ദ മണി, ഇല്ലേ, നേരത്തെ നമ്മൾ പറഞ്ഞു യു ഹാവ് ദ മണി, ബട്ട് ഇഫ് യു വാണ്ട് ടു ബി മീൻ വൈ കീപ് യുവർ മണി ദിസ് ക്രോസ്ലി ആൻഡ് ഗോ അലോങ്. You have the money, but if you want to be mean, why keep your money this grossly and go along? The hurt to the scenery wouldn't be my complaint, so much as the trusting sorrow of what is unsaid. Here, far from the city, we make our roadside stand, and ask for some city money to feel in hand, to try if it will not make our being expand, and gives us the life of the moving picture's promise that the party in power is said to be keeping from us. അപ്പോൾ 2 പാരഗ്രാഫാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ഇപ്പോൾ വായിച്ചത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നൗ ഐ ഹിയർ ടു സ്റ്റോപ്പ് മൈ ക്ലാസ്. താങ്ക് യു.